കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ. ഇപ്പോൾ നമ്മളുടെ അരി കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോകാത്ത ടൈമിൽ നമുക്ക് വെള്ളം മാറ്റണം. ഇനി നമ്മൾ വെള്ളം ഒന്ന് മാറ്റി വയ്ക്കാം. പുതിന എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴുന്ന പുതിനയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി. ഇനി നമുക്ക് വേവിച്ച ചോറ് ഇതിലേക്ക് ചേർക്കാം. ചോറ് ചേർത്തിട്ട് നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. നമ്മൾ ചോറിൽ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി.